ഗായ്സ്, നിങ്ങൾ അട്ടാരി ബോർഡർ എന്ന് കേട്ടിട്ടുണ്ടോ? ഇവിടെ എത്തുന്ന ഓരോ ഇന്ത്യനും അഭിമാനത്തോടെ അല്ലാതെ മടങ്ങാനാവില്ല കേട്ടോ. ഇവിടെ ചെലവഴിക്കുന്ന ഓരോ നിമിഷവും ഗൂസ് ബംസിന്റെ ഒരു ഘോഷയാത്രയായിരിക്കും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. ഒരടി വെച്ചാൽ നിങ്ങൾക്ക് പാകിസ്ഥാനിലേക്ക് എത്താം. അട്ടാരി ബോർഡർ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളൊന്ന് കൺഫ്യൂസ് ആയി കാണുമല്ലേ? പക്ഷെ വാഗാ ബോർഡർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, നമ്മൾ ഇന്ന് അങ്ങോട്ടേക്കാണ് യാത്ര. ഹലോ, എല്ലാവർക്കും നമസ്കാരം. രാവിലെ തന്നെ അമൃത്സർ ഒന്ന് കറങ്ങാന്ന് വെച്ചിട്ട് ഇറങ്ങി. വാഗാ ബോർഡർ ഓപ്പൺ ആവുന്നത് 5:30-ക്കാണ്. സോ അതുവരെ നമ്മൾ അമൃത്സർ ഒന്ന് കറങ്ങാന്ന് വിചാരിച്ചു. അപ്പോഴുണ്ട് ദേ പാർട്ടീഷൻ മ്യൂസിയം. ശരിയെന്നാ പാർട്ടീഷൻ മ്യൂസിയത്തിൽ കയറാന്ന് പറഞ്ഞത് തുള്ളിച്ചാടി പോയതാ. പക്ഷെ എന്ത് പറയാനാണ് ഗൈസ്, പാമ്പ് കടിച്ചവന്റെ തലയിൽ തേങ്ങ വീണെന്ന് കേട്ടിട്ടില്ലേ? അന്നൊരു മൺഡേ ആയിരുന്നു. മൺഡേ ആണെങ്കിൽ പാർട്ടീഷൻ മ്യൂസിയം ക്ലോസ്ഡ് ആണ് അത്രേ. ശരിയെന്നാ വെളിയിൽ പോയി നോക്കാന്ന് പറഞ്ഞിട്ട് വെളിയിൽ പോയപ്പോൾ ഞാനൊരു ചേട്ടനെ കണ്ടു കേട്ടോ. പുള്ളി വാഗാ ബോർഡറിലേക്ക് ഓട്ടോ സർവീസ് നടത്തുന്ന ചേട്ടനായിരുന്നു. ഞാൻ റേറ്റ് കാര്യങ്ങളെല്ലാം ചോദിച്ചു. वाघा बॉर्डर तक कितना लेते हो? हम शेयरिंग में 150 लेते हैं। 150? कौन सा गाड़ी कौन सा? ऑटो ही? अच्छा, कितना लोग? 5? 10%? बड़ा ऑटो डीजल वाला। अच्छा ई रिक्शा नहीं। अच्छा अच्छा अच्छा। और सिर्फ वाघा बॉर्डर और? नहीं, रास्ते में मंदिर आता है। हाँ, 2 साइड सीन आता है। मंदिर कौन सा? वैष्णो मंदिर। अच्छा, इधर वैष्णो मंदिर भी है? जैसे अपने कटरे में बना ना। हाँ 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 वाला मंदिर, ओके कांच वाला मंदिर। हाँ ओके, वो भी होता है। 2 साइड दो सीन? साइड सीन होता वो है। कौन सा? वो कौन सा? खालसा कॉलेज इंडिया गेट। अच्छा ओके। ये सुनो, वाघा बॉर्डर छोड़ के वो वापस ही लेते हैं? नहीं, वहाँ वेट करते हैं। अच्छा, आप वेट करते हो? 150 में उधर बंदे का वेट करके शाम को अमृतसर स्टेशन छोड़ देंगे। इसी पैसे अच्छा, में। पूरा प्रोग्राम के बाद? पूरी फिनिश होने के ओके, दैट्स नाइस. व्हाट्स योर नेम ब्रो? परगर सिंह। ओके, थैंक यू. ഓട്ടോ ചാർജ് 150 രൂപയാണ് പറഞ്ഞു കേട്ടോ. അതിന് 2 സൈഡ് സീനും ഉണ്ട്. കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും. അതുകൂടാതെ ബസ് സർവീസും അവൈലബിൾ ആണ്. വേണ്ടവർ ഉപയോഗിക്കുക കേട്ടോ. നമുക്ക് പിന്നെ ഫീ ഉണ്ടല്ലോ. നമ്മൾ ഈ കടന്നു ചെല്ലുന്നത് ഒരു കൂട്ടക്കൊലയുടെ അവശിഷ്ടങ്ങൾ കാണാനാണ്. ബ്രിട്ടീഷ് കാലഘട്ടങ്ങളിൽ ഒരു കൂട്ടം ജനങ്ങളെ ഒരു മതിൽക്കെട്ടിനുള്ളിൽ വെടിവെച്ചു കൊന്ന ക്രൂരതയുടെ സാക്ഷ്യം ജാലിയൻവാലാബാഗ്. സത്യം പറയാലോ, ഇതിനകത്ത് കയറിയത് മനസ്സ് മരവിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. വെടിവെച്ച് കൊന്നതിന് ശേഷം എല്ലാ ശവശരീരങ്ങളും കൂടെ ഒരു കിണറിനകത്ത് ഇടില്ലേ, ആ കിണറാണ് കേട്ടോ ഇത് കാണുമ്പോൾ മനസ്സിലൊരു വിങ്ങലായിരുന്നു. ഇത് ചോരകൾ തറച്ച ബുള്ളറ്റുകളുടെ മാർക്കിംഗ് ആണ് കേട്ടോ. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അവരുടെ ജീവൻ കളഞ്ഞ മാർക്കിംഗ് ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഇത് കാണുമ്പോഴുള്ള ഒരു എന്താ പറയാ, ഒരു വികാരം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. മനസ്സിലുള്ള ഒരു വിങ്ങലുകൂടെയാണ്. ഇവിടെ മരിച്ചു വീണ ഓരോ പോരാളിക്ക് വേണ്ടിയും ഒരു സ്മാരകം പണി കഴിപ്പിച്ചിട്ടുണ്ട്. സ്മാരകത്തിൽ ഒരു പ്രണാമം അർപ്പിച്ച് ഞാൻ വെളിയിലോട്ട് ഇറങ്ങി. യോ ഗായ്സ്, അപ്പോൾ നമ്മൾ നേരെ വാഗാ ബോർഡർ പോകണം കേട്ടോ. സോ എക്സൈറ്റഡ്. ഞാൻ ഇതുവരെ വാഗാ ബോർഡർ മറ്റേ വീഡിയോയിൽ കണ്ടിട്ടുള്ളൂ. സോ നേരിട്ട് കാണാൻ നല്ലൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. നമുക്ക് നോക്കാം എന്താവും. കിറ്റൊന്നും ഇല്ല കേട്ടോ, ഗ്ലൗ ഇല്ല, റൈഡിങ് ഗിയേഴ്സ് ഒന്നും ഇല്ല. ഇവിടെ നിന്ന് ഒരു 25 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. പോവാം 25, ഒരു 4 മണിക്കെങ്കിലും എത്തിയാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. വലിയ പണി പാടും. പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് സീറ്റ് കിട്ടണം, എന്നാലേ വീഡിയോക്ക് കാണാൻ വേണ്ടിയൊരു ഇതുള്ളൂ. ഓ, ഇവിടെ എനിക്ക് തിരക്കാണ്. ആക്ച്വലി ഇത് നമ്മുടെ ഡൽഹിയിലൊക്കെ കണ്ടുവരുന്ന പോലത്തെ, അതായത് UK-ലൊക്കെ ഉള്ള പോലെ ബസ്സിന് വേണ്ടി മാത്രം ഉള്ള പ്രത്യേക റോഡാണ് കേട്ടോ. പക്ഷെ എന്താണെന്നറിയില്ല, ഇത് വർക്കിംഗ് അല്ല. നിർത്തിയിട്ട് കണ്ടോ, പൊട്ടിപ്പൊളിഞ്ഞ ബസ് സ്റ്റോപ്പുകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ വണ്ടികളാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് കണ്ടോ, എല്ലാം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു. നല്ല സർവീസ് അല്ല, അതായത് എക്സ്പ്രസ് വണ്ടികൾ മാത്രം, ബസ്സുകൾ മാത്രമേ ഇതിൽ കൂടെ കയറുള്ളൂ. അപ്പോൾ നേരെ ഡയറക്റ്റ് ബസ്സിൽ കയറിയാൽ ഒരു ട്രാഫിക്. ഇതിനകത്ത് വേറെ വണ്ടികളൊന്നും കയറ്റില്ല, അങ്ങനത്തെ പരിപാടി. അതെന്തോ പറയും, പക്ഷെ ഇപ്പം എന്താണെന്നറിയില്ല, അതിങ്ങനെ ആയി. വർക്ക് ഫെയിലായി തോന്നുന്നു. ആരും ബസ് ഉപയോഗിക്കുന്നുള്ളതായിരിക്കും. അങ്ങനെയൊന്നും വരാൻ വഴിയില്ല. പിന്നെ എന്താണെന്ന് അറിയില്ല, സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ എന്താണ് ഓടിക്കാത്തതെന്ന് അറിയില്ല. ഇനിയിപ്പോൾ തുടങ്ങിയിട്ടില്ലേന്ന് തന്നെ എനിക്കറിയില്ല കേട്ടോ.
പക്ഷെ നല്ല പരിപാടിയാണ്. അതായത് ബസ്സിന് വേണ്ടി മാത്രം ഒരു റൂട്ട് കണ്ടോ, അത് ബസ്സിന് വേണ്ടി മാത്രമുള്ള റൂട്ടാണ്. പക്ഷെ ഇപ്പൊ എല്ലാ വണ്ടികളും ഇൻക്ലൂഡിങ് ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ എന്താ പറയാ, വാഗാ ബോർഡർ എന്ന് പറഞ്ഞാലേ നമുക്ക് എല്ലാവർക്കും ഒരു വികാരമല്ല. അതുപോലെ തന്നെ കേട്ടോ, ഇത് 4 മണിക്ക് എത്തണമെന്നായിരുന്നു വിചാരിച്ചത്. നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. 4:05, ഇനിയൊരു 8 കിലോമീറ്റർ കൂടെ ഉണ്ട്. ഹൈവേ അമൃത്സർ ടൗണിൽ നിന്ന് തിരിച്ച് വരണം കേട്ടോ, ബാക്കിലേക്ക് വരണം. അതായത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ആദ്യം വാഗാ ബോർഡർ കഴിഞ്ഞിട്ടാണ് അമൃത്സർ വരുന്നത്. ഇന്നലെ രാത്രി ഞാൻ വരുമ്പോൾ തന്നെ വഴി നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ എന്താ പറയാ, നമുക്ക് വികാരം എന്താണ് വാഗാ ബോർഡർ നമുക്ക് പോയിട്ടൊന്ന് കാണാം. എന്തായാലും തീ പാറുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. നോക്കാം. അമൃത്സർ ഗോൾഡൻ ടെമ്പിൾ ഞാൻ കണ്ടു കേട്ടോ. അയ്യോ എന്താ അത്, വരണം എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ മൊത്തത്തിൽ ഒരു ഇന്ത്യ ലെവൽ. ഇപ്പൊ എനിക്ക് ഫുൾ ഇന്ത്യയും കറങ്ങാൻ പറ്റിയിട്ടില്ല. എൻ്റെ ഒരു ആഗ്രഹം എന്താ പറയുക, കണ്ടിന്യൂസ്ലി ട്രാവൽ ചെയ്ത് ഫുൾ ഇന്ത്യ, ഈച്ച് ആൻഡ് എവറി കോർണർ, അതായത് ഒരു മുക്കും മൂലയും വരെ. അതായത് പ്രധാനപ്പെട്ടത് മാത്രമല്ല, ഇപ്പൊ അമൃത്സർ എന്നാണ് എടുക്കണമെങ്കിൽ അമൃത്സറിലെ എല്ലാ ഗ്രാമങ്ങളും എല്ലാം കണ്ട് ഫുള്ളായിട്ടും ഈച്ച മുക്കും മൂലയും വരെ അരിച്ചു പെറുക്കി, ഓരോ അരിമണികളും അരിച്ചു പെറുക്കി കാണണമെന്നാണ് ആഗ്രഹം. പക്ഷെ അത് നടക്കാൻ പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ഫണ്ട്, രണ്ടാമത് ഡേയ്സ്, മിനിമം ഒരു 3-4 കൊല്ലം എടുക്കും കണ്ടിന്യൂസ് റൈഡ് ചെയ്യണമെങ്കിൽ. നടക്കണ കാര്യമാണ്. ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് ഫുള്ള് ഇന്ത്യ ട്രിപ്പ് അങ്ങോട്ട് അടിക്കണം. അതാണ് കണ്ടിന്യൂസ് ഇന്ത്യ ട്രിപ്പ്. ഒറ്റ സ്ട്രെച്ചിൽ ഇന്ത്യ ട്രിപ്പ് ഫുള്ള് ഞാൻ അടിക്കും കേട്ടോ. ഇപ്പോഴല്ല, കുറച്ച് തയ്യാറെടുപ്പുകൾ വേണം അതിനൊക്കെ. ഒന്നാമത് ഓഫീസ്, അവരെന്നെ 1 മാസം ലീവ് വന്നതന്നെ ഇതാണ്. ലാഹോറിലേക്ക്, അതായത് പാകിസ്ഥാനിലെ ലാഹോറിലേക്ക് 23 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ. ഇത് നമ്മുടെ ബോർഡറിലേക്ക് 1 കിലോമീറ്ററേ ഉള്ളൂ എന്നാണ് കാണിച്ചത്. ഓഹോ, അത് കണ്ടോ, ഇന്ത്യയുടെ കൊടിയും പാകിസ്ഥാന്റെ കൊടിയും ഒരേപോലെ പൊങ്ങി നിൽക്കുന്നുണ്ടോ. ഇന്ത്യയുടെ കൊടിയാണ് വലുത് കേട്ടോ. അടിപൊളി. भाई बाइक भी इधर ही है. जी सॉरी, पार्किंग फीस कितना? 12 12 120 समझ नहीं आ रहा है. अच्छा 12. लो യോ ഗായ്സ്, നമ്മൾ ശരി റെഡി ആയിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കേട്ടോ മുഖത്ത് ഇങ്ങനെ കളറൊക്കെ ചെയ്യുന്നത്. പക്ഷെ നല്ലൊരു ഫീലാണ്. ഇത് നോക്ക്. ഹാ. അയ്യോ, സൂര്യനുണ്ട് അല്ലേ, പറക്കുന്നതുണ്ടോ. പറക്കട്ടടാ മോനെ. അപ്പൊ ഞാനും റെഡി ആയിട്ടുണ്ട് കാണാൻ. ഓക്കെ, നമ്മൾ ബൈക്ക് പാർക്ക് ചെയ്തിട്ടോ. ആൾക്കാര് അപ്പൊ നമ്മളും പാർക്ക് ചെയ്തിട്ടുണ്ട്.
വൈബ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഗൈസ് വൈബ്. ഓ, ഇവിടെ എത്തിയതും സംഭവം മാറിട്ടോ, വൈബ് മാറി, വികാരങ്ങൾ മാറി. എന്താ ഇത് കാണുമ്പോല്ലേ. ഇവിടെ പ്രത്യേകിച്ച് ടിക്കറ്റ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കയറാന്ന് വെച്ചിട്ട് കയറി. ഞാനൊരു 4:30 ആയിട്ടോ എത്താൻ. 5:30ക്കാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക. 5:30 മുതൽ 6 മണി വരെയാണ്. പക്ഷെ കയറി നോക്കിയതും ദേ ഇതാണ് അവസ്ഥ. ഇത് കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ആ നിരാശ എൻ്റെ മുഖത്ത് കാണാം. നമ്മൾ ഒരുപാട് വൈകിയിരിക്കുന്നു. ഏകദേശം ഒരു 2 മണിയൊക്കെ കഴിഞ്ഞിട്ട് തന്നെ ഇവിടെ എത്തണമെന്ന് തോന്നുന്നു. എന്നാലേ നമുക്ക് ഫ്രണ്ടിൽ സീറ്റ് കിട്ടുള്ളൂ എന്ന് തോന്നുന്നു. പക്ഷെ കുഴപ്പമില്ല, എനിക്ക് ഈ തിരക്ക് കണ്ടതും നല്ല സന്തോഷം തോന്നി. കാരണം അപ്പുറത്തെ കാലിയായ സ്റ്റേഡിയം കണ്ടോ എൻ്റെ മോനെ, അതൊരു വലിയ മറ്റേ ദേശീയ പതാകയാണ് കേട്ടോ, വലുത്. അതിങ്ങനെ പാറിക്കളിക്കുന്നത് കാണാൻ എന്ത് സുഖാണെന്നറിയോ. 5:30 എന്നുണ്ടെങ്കിൽ 5:30ക്ക് തന്നെ പരിപാടികൾ ആരംഭിച്ചു കേട്ടാ. തിങ്ങി നിറഞ്ഞ ജനങ്ങളുടെ ആ ഒരു ആരവില്ലേ, ഓ അത് ഫീൽ ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് കേട്ടോ. പിന്നെ പരിപാടി നടക്കുമ്പോൾ ഒരാൾ നിൽപ്പുണ്ട് കേട്ടോ, ഒരു ഓഫീസർ. പുള്ളിയാണ് ഈ പരിപാടി ഹോസ്റ്റ് ചെയ്യുന്നത്. പുള്ളിക്കാരൻ്റെ ഒരു അസിസ്റ്റന്റും ഉണ്ട്. മോനെ, നമ്മുടെ ജവാന്മാർ നേരത്തെ പാകിസ്ഥാൻ ഇന്ത്യയുടെ ആ ഗേറ്റിൽ അവിടേക്ക് നടന്ന് നീങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇപ്പോ ഒരു എന്താ പറയാ, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമ്മുടെ ഈ ഗേറ്റ് ഓപ്പൺ ചെയ്യുന്ന പരിപാടി ഇപ്പൊ ഇല്ല കേട്ടോ. അല്ലേലും വേണ്ട, അവന്മാർക്ക് മറ്റേ എന്താ പറയാ, ഒരു സൂചി കുത്താൻ സ്ഥലം കൊടുത്ത അവന്മാര് മറ്റേ കടാര കയറ്റും. അബ്ജാതി ഐറ്റങ്ങളല്ലേ അവന്മാര്. അതുകൊണ്ട് അത് വേണ്ട. പക്ഷെ എന്നാലും ഇവിടെ നിൽക്കുന്ന ഒരു ഫീലില്ലേ, അത് വേറെ തന്നെയാണ്. പക്ഷെ അവരുടെ കാലിയായിട്ടുള്ള ആ സ്റ്റേഡിയം കാണുമ്പോൾ പരിതാപമായിട്ട് എനിക്ക് ചിരിക്കാനാണ് തോന്നുന്നത്. ഇങ്ങനെ കണ്ടു നിൽക്കാൻ നല്ല രസമാണ് കേട്ടോ. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, എനിക്ക് എല്ലാം ഒന്ന് കറക്റ്റായിട്ട് ആ ഫുട്ടേജുകളും കാര്യങ്ങളും ഒന്നും കിട്ടുന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ചുറ്റും ഒന്ന് പരതി നോക്കുമ്പോൾ ടോപ്പിൽ സ്റ്റേഡിയം ഫ്രീ ആയിരുന്നു. ഞാൻ പതുക്കെ അങ്ങോട്ട് പോവാന്ന് പറയുമ്പോഴാണ് ദേ നമ്മുടെ ആൾക്കാർ ഹീറോസ് എത്തി. ഇവരാണ് നമ്മുടെ ആ കാല് പൊക്കി അടിച്ചിട്ടുള്ള സല്യൂട്ടൊക്കെ ചെയ്യില്ലേ, അവര് കേട്ടോ. എന്റെ കണ്ണ് പിന്നെ അവരുടെ സ്റ്റേഡിയത്തോട്ടാണ് പോയത്. നമ്മുടെ സ്റ്റേഡിയം അവരുടെ സ്റ്റേഡിയം കൂടെ തമ്മിൽ അങ്ങ് കമ്പയർ ചെയ്യാന്ന് വിചാരിച്ച് നോക്കിയതാണ്. നോക്കുമ്പോ എന്താ, തന്നെയാണ്. ഇതിലാര് ജയിക്കും? നമ്മളെ ജയിക്കാൻ പാടുള്ളൂ. അതങ്ങനെ വരുള്ളൂ. അതൊരു ഇന്ത്യന്റെ എന്താ പറയാ, ഒരു ഇന്ത്യനായതിന്റെ ഒരു ആ സന്തോഷം, അതിപ്പോ നമുക്കല്ലാതെ വേറെ ആർക്കും അത് ഫീൽ ചെയ്യാൻ പറ്റുക അല്ലേ. ഞാൻ താഴ്ന്ന നേരെ മുകളിലോട്ട് വന്നു കേട്ടോ. ഇവിടെ നിന്ന് കറക്റ്റായിട്ട് എല്ലാ വിഷ്വൽസും എനിക്ക് കാണാൻ പറ്റുമായിരുന്നു.
ആ സെന്ററിൽ നിൽക്കുന്ന ഓഫീസറില്ലേ, ഒരിക്കലും നമ്മുടെ ആ ശബ്ദത്തെ താഴ്ത്താനേ സമ്മതിക്കില്ല കേട്ടോ. പുള്ളി അത് കൂടെ നിന്ന് നമ്മളെ എപ്പോഴും എൻകറേജ് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് ആ ഒരു വൈബ് പകർന്ന് തന്നുകൊണ്ടേയിരിക്കും. അപ്പോഴാണ് നമ്മളിങ്ങനെ ഈ എന്താ പറയാ, ആ ഒരു വൈബിന്റെ പീക്കിൽ തന്നെ നിൽക്കുന്നത് കേട്ടോ.
പുള്ളി ഒരു തരത്തിലും നമ്മളെ ഇങ്ങനെ ഡൗൺ ആവാൻ സമ്മതിക്കില്ല കേട്ടോ. നമ്മളിങ്ങനെ ഈ കണ്ട് ഇങ്ങനെ മതിമറന്ന് നിൽക്കില്ലേ. പക്ഷെ ആ ഓഫീസർ വിടുകയില്ല കേട്ടോ എപ്പോഴും. പതിയെ ബോർഡറിലുള്ള ഫ്ലാഗ് ഓഫ് ടൈം ആയിട്ടോ. ഗേറ്റ് തുറക്കില്ലെന്ന് ഞാൻ മുന്നേ പറഞ്ഞല്ലോ. നേരത്തെയൊക്കെ ആ ഗേറ്റ് തുറന്നിട്ടാണ് ഫ്ലാഗ് ഓഫ് ചെയ്യാറ്. ഇപ്പൊ ഗേറ്റ് തുറക്കാതെയാണ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതിന്റെ എന്താ പറയാ പ്രൊസീജിയറിലേക്ക് കടന്നു. दर्शकों को ध्यान दें, आप सभी दर्शकों से निवेदन है कृपया राष्ट्रीय ध्वज उतारते समय ध्वज के सम्मान में अपने अपने स्थान पर खड़े हो जाएं। साथ ही इस दौरान शांति बनाए रखें व किसी भी नारे आदि का प्रयोग न करें। वे दर्शक जो वर्दी में है उनसे निवेदन है कृपया राष्ट्रीय ध्वज को सैल्यूट दें। अब मेरे साथ 3 बार हिंदुस्तान जिंदाबाद के नारे लगाएंगे। हिंदुस्तान जिंदाबाद, हिंदुस्तान जिंदाबाद, हिंदुस्तान जिंदाबाद, जिंदाबाद जिंदाबाद।
समाप्ति तक सभी दर्शक अपने अपने स्थान पर बैठ जाए। धन्यवाद। അങ്ങനെ ബോർഡറിലെ ഫ്ലാഗ് ഓഫ് കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഏകദേശം ഒരു ഹാഫ് ആൻ അവർ മാത്രമാണ് കേട്ടോ ഈ പരിപാടി ഉള്ളൂ. എല്ലാ ദിവസവും നമ്മളിവിടെ നടക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും അമൃത്സർ വരികയാണെന്നുണ്ടെങ്കിൽ അട്ടാരി വാഗ ബോർഡറിൽ എന്തായാലും വരണം. നമ്മുടെ ഉള്ള ഈ സ്ഥലത്തിന്റെ ശരിക്കും പറയുന്നത് അട്ടാരി ബോർഡർ എന്നാണ് കേട്ടോ. പക്ഷെ എന്തുകൊണ്ടോ വാഗ ബോർഡർ എന്നാണ് എല്ലാവർക്കും കേൾവിയുള്ളത്. സത്യം പറയാലോ ഗായ്സ്, ഇത്ര നേരം എന്താ പറയാ, ഗൂസ് ബംസ് എന്ന് പറഞ്ഞ ഗൂസ് ബംസ് ആയിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടാൻ പോകുന്നത്. പരിപാടി കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും ഇവിടെ നിർത്തിക്കില്ല കേട്ടോ. എല്ലാവരും പെട്ടെന്ന് തന്നെ പുറത്താക്കും. അതുപോലെ തന്നെ നല്ല സെക്യൂരിറ്റി ഉണ്ട് കേട്ടോ. ബാഗ് ഹെൽമെറ്റ് ഒന്നും അകത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. നേരെ വെളിയിൽ വന്ന് അങ്ങനെ തിരിച്ചു പോവാതെ ഇവിടെ ഒരു BSFന്റെ മ്യൂസിയം ഉണ്ട് കേട്ടോ. ജസ്റ്റ് അതോടെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോവുക. ജസ്റ്റ് ഒരു 10 രൂപയാണ് അതിൻ്റെ എൻട്രി ഫീ ആയിട്ട് വരുന്നത്. അപ്പം ഞാനും അത് എനിക്കറിയില്ലായിരുന്നു. ഞാനിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് BSFന്റെ മ്യൂസിയം ഞാൻ ശ്രദ്ധിച്ചത്. ഞാൻ ഉടനെ തന്നെ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി. വലിയ മ്യൂസിയം ഒന്നുമല്ല, ചെറിയ മ്യൂസിയമാണ് കേട്ടോ. അവരുടേതായിട്ടുള്ള കാര്യങ്ങളും അവരുടെ റാങ്ക് കാര്യങ്ങൾ, അവർ ചെയ്ത അച്ചീവ്മെൻറ്റ്, ഇതെല്ലാമാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് അതുകൂടെ കണ്ട് പോയാലേ നമ്മുടെ ഈ അട്ടാരി വാഗ ബോർഡർ ഫിനിഷ് ആവുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ ആ മ്യൂസിയത്തിലേക്ക് കയറിയത്. തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് കയറണമെങ്കിൽ കയറാം, വേണ്ടെങ്കിൽ വേണ്ട. കയറണം എന്നേ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുള്ളൂ. നല്ല രസമുണ്ടായിരുന്നു. ചെറിയ മ്യൂസിയമാണ് കേട്ടോ, ചെറിയതായിട്ടുള്ള ഒരു മ്യൂസിയമാണ്. പാകിസ്ഥാനെതിരായിട്ടുള്ള യുദ്ധത്തിൽ ഏതൊക്കെ ഗണ്ണുകൾ, പഴയ ഗണ്ണുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്, അതൊക്കെ എനിക്ക് കാണാൻ പറ്റിയിട്ടോ. അപ്പം നിങ്ങൾ വരുമ്പോൾ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇതൊക്കെ യുദ്ധത്തിൽ ഉപയോഗിച്ച ഗണ്ണുകളാണ് കേട്ടോ. 1962 കാർഗിൽ യുദ്ധത്തിലായിരിക്കണം. പിന്നെ പാകിസ്ഥാനിൽ വന്ന ഡ്രോണുകളൊക്കെ ഇവിടെ തന്നെ കാഴ്ചയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കണ്ട് ഫിനിഷായി നമ്മൾ പതുക്കെ വെളിയിലിറങ്ങി. അപ്പം നാളെ നമ്മൾ അമൃത്സർ വിടും, നേരെ ജയ്പൂരിലോട്ടാണ്. അപ്പോൾ യാത്രകൾ തുടരുകയാണ്.